നടന്നപ്പോൾ പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ, എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ 4 ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും, തിരുവനന്തപുരം മുഴുവനും നടന്നു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിനെ അടിച്ചവരും, ബസ്സിന് കുത്തിയവരും, കാറ്റൊടിക്കാൻ ശ്രമിച്ചവരും, അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി. നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു പോകരുത് എന്നാണ് ഉസ്താദ് നമ്മളോട് പറയുന്നത്. ഒരുപാട് പേര് ഇവിടെ കൂടിയിട്ടുണ്ട്, ഒരിക്കലും അഹങ്കരിച്ചു പോകരുതേ ഉസ്താദ് പറയാണ്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ പകരം വീട്ടി പോകരുതേ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും അതിന് പകരം വീട്ടരുതേ എന്ന് അണികളോട് ഉസ്താദ് പറയാണ്. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ ഈമാനോടുകൂടി, നിങ്ങളെ യഖീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ, അവിടെ കിബിർ തടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അള്ളാഹുവിനെ തുതിക്കുക, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുക. നമ്മുടെ ഉസ്താദിനല്ലാതെ മറ്റാർക്ക് ഇങ്ങനെ അണികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും? നോക്കൂ, എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ പൂർവികരായിരിക്കുന്ന ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. ഈ ആശയത്തിൽ അടിയുറച്ചതിന്റെ പേരിൽ ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേദനയോടുകൂടി പലതും ഇന്ന് നമ്മൾ ഓർത്തെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടൊരു യാത്ര നടത്തിയിരുന്നു. ഈ യാത്രയുടെ അവസാന സമയത്തായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. സമസ്ത പ്രസിഡന്റായത് മുതൽ ആക്രമിക്കപ്പെടുന്നു ജിഫ്രി തങ്ങൾ. സുന്നി ആദർശത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതിക്രമത്തിന് ഇരയാവുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ EK സമസ്തയുടെ പ്രസിഡന്റ് കാലത്താണ് തങ്ങൾ അവർക്ക് വരുന്നത്. തങ്ങൾ വന്നതിന് ശേഷം സുന്നി ആശയങ്ങൾ ഉറക്കെ പറയുക തുടങ്ങി. അതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നാണ് തങ്ങൾ തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനും, അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിനും ആ അണികൾക്കും മുമ്പ് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറി സുന്നി ആശയങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ മറുവിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ 3ാമത് കേരള യാത്ര നാളെ കാസർഗോട്ടിൽ നിന്നും തുടക്കം കുറിക്കും. ഉസ്താദ് തന്നെയാണ് ഈ യാത്രക്കും നേതൃത്വം നൽകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തൊന്നില്ലാത്ത ഭയങ്കര സന്തോഷമാണ് നമുക്ക് തോന്നിയത്. എന്തായാലും ഉസ്താദിന്റെ ആദ്യ കേരള യാത്ര 1999 ചെറിയ ഓർമ്മകൾ മാത്രമാണ്. അന്ന് ഉസ്താദിന്റെ കേരള യാത്രയ്ക്ക് മുന്നിലായിട്ട് പോകുന്ന ഒരു പൈലറ്റ് വാഹനത്തിന്റെ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് എത്തിലൂടെ വരുന്ന ഉസ്താദിന്റെ വാഹനം, അന്നത്തെ വാഹനം, അതിന്റെ ഫോട്ടോസ് കാണാനിടയായി. അതുപോലെ തന്നെ ഉസ്താദ് പ്രസംഗിക്കുന്ന ചില ഫോട്ടോസുകൾ, അതുപോലെ തന്നെ ആ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയിലൂടെ വാഹനങ്ങൾ വരുന്ന ഫോട്ടോസുകളൊക്കെ പഴയ കാലത്ത് കാണാനിടയായി. ആദ്യ കേരള യാത്രയിലെ ഒരു സ്വീകരണ പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത ചെറിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത വളാഞ്ചേരിയിലാണത്. ആ ചെറിയൊരു ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ 2ാം കേരള യാത്രയിലെ 2 സ്വീകരണങ്ങളിലാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ, അതൊക്കെ വളരെയധികം ഓർത്തു പോവാണ്. അതിൽ ഓരോ കാര്യങ്ങളും ഉസ്താദ് GMCയിൽ വരുന്നതും, അതുപോലെ തന്നെ അതിലൊപ്പം അനുഗമിച്ചു വരുന്ന വാഹനങ്ങളും, അവിടെ കൂടിയ ജനാവലികളൊക്കെ ഇന്നും ഓർത്തു പോവാണ്. ഒരുപാട് സന്തോഷം തോന്നിപ്പോവാണ്. പഴയ കാലത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് എന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനധികം പറയണം, നമ്മുടെ ഒരുപാട് പ്രവർത്തകർ വരെ
ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം എന്ന് പോലും നമുക്ക് പറയേണ്ടി വരികയാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. നമുക്കൊക്കെ എല്ലായിടത്തും ആസ്ഥാനങ്ങളായി ആരെയും ഭയക്കാതെ ആരെയും പേടിക്കാതെ എല്ലാ ഭാഗത്തും എന്തും തുറന്നു പറയാനുള്ള ആർജവമായി. ഇന്ന് നമ്മൾക്ക് ശത്രുക്കൾ കുറഞ്ഞു വന്നു. ശത്രുക്കൾ കുറഞ്ഞു വന്നതല്ല, ശത്രുക്കളുണ്ട്, പക്ഷെ അവർക്ക് മുണ്ടാൻ കഴിയാത്ത രീതിയിലായി. ആ രീതിയിലായി ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നുള്ളതാണ്. കാരണം ആരും മുണ്ടിയിട്ടും കാര്യമില്ല. ആ രീതിയിൽ ഇന്ന് നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷം തോന്നിപ്പോവാണ്. ഉസ്താദിന്റെ 2ാം കേരള യാത്രയ്ക്ക് എൻ്റെ നാട്ടിൽ നിന്നും ഞങ്ങളൊരു ബസ്സാണ് പോയത്. നോക്കണം, എങ്ങനെയെങ്കിലും കേരള യാത്രയുടെ സമാപന പരിപാടിയിലേക്ക് ഒരു ബസ് പോകണം എന്നുള്ളത് എൻ്റെ സുഹൃത്തായിരിക്കുന്ന സംസുവിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തായിരിക്കുന്ന നൗഷാദിൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. ഇബ്രാഹിം ഞങ്ങളോട് കൂടെ നിൽക്കണം എന്നതായിരുന്നു അവരെന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വെളയൂർ പോയി ഓട്ടി എന്ന് പറയുന്ന ഒരു ബസ്സൊക്കെ സർവീസൊക്കെ നടത്തുന്ന ഒരു ടീമുണ്ട്. അവരുടെ മുതലാളിനെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണോ ബസ് ബുക്ക് ചെയ്യാൻ വന്നത്? ബസ്സെല്ലാം ബുക്കഡ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു പുതിയൊരു ബസ് ബോഡി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് പുറത്തിറങ്ങും. പക്ഷെ ആ ബസ് നിങ്ങൾ കരുതിയ പോലെ സീറ്റ് അല്ല, പിന്നെ AC സൗകര്യമൊന്നും ഉണ്ടാവില്ല, സാധാ ബസ്സിന്റെ സീറ്റാണ്, ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ അതെങ്കിൽ അത് എന്നുള്ള നിലക്കാണ് അന്ന് ഞങ്ങൾ ആ ബസ് ഏൽപ്പിക്കുന്നത്. ഞങ്ങളെ യൂണിറ്റിലെ മറ്റാരും വിവരം തന്നെ അറിയില്ല. എന്തായാലും ഞങ്ങൾ ഏൽപ്പിച്ചു. പോകാൻ ആളുണ്ടാവുമോ പൈസ ഉണ്ടാവുമോ ഇതൊന്നും ഞങ്ങൾ നോക്കിയില്ല, ആവേശത്തിന്റെ പുറത്ത് ഏൽപ്പിച്ചു. എന്തായാലും 28-ാം തീയതിയാണ് സമാപനം. 27-ാം തീയതി ബസ് പുറപ്പെടുകയാണ് തിരുവനന്തപുരത്തേക്ക്. ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ ബസ്സിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കാരണം അത്രയും ആളുകൾ കൂടുതലായി പോയി എന്നുള്ളതാണ്. എന്തായാലും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആ യാത്ര തിരുവനന്തപുരത്തെത്തി. ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിച്ചായിരുന്നു അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നല്ല മഴയാ. അന്ന് എടുത്ത ചില ഫോട്ടോസുകളാണ് ഞാൻ ഇവിടെ ഇടയ്ക്ക് കാണിക്കുന്നത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ കയറിയപ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച നല്ല മഴയാ. ആര്യാടൻ മുഹമ്മദ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ഇന്ന് ഞാൻ ഓർത്തെടുക്കണം. അതുപോലെ തന്നെ അതിലിടക്കാണ് അവിടെ ഒരു അറിയിപ്പ് വന്നത്. ആ മുന്നറിയിപ്പ് ഇതായിരുന്നു: പ്രത്യേകം ചാർട്ട് ചെയ്ത ട്രെയിന് ഏതാനും നിമിഷങ്ങൾക്കകം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ്. കാസർഗോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേകമായിട്ട് കേരള യാത്രക്ക് മാത്രമായിട്ട് ചാർട്ട് ചെയ്തൊരു ട്രെയിനായിരുന്നു അത്. ആ ട്രെയിൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഉടനെ ഞങ്ങളും പോയി. വേദിക്ക് അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചതായിരുന്നു ഞങ്ങൾ നേരത്തെ എത്തിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, ആ ട്രെയിന് കാണാൻ പോയി. അപ്പൊ അവിടെ കണ്ടൊരു കാഴ്ച ഉണ്ട്. ഓ, ആ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് വരുമ്പോൾ ജനങ്ങൾ തെറ്റുവീറോട് കൂടിയിട്ടാണ് അതിനെ നേരിടുന്നത്. പിന്നെ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. ഇന്നും അത് ഞാൻ ഓർത്തെടുക്കണം. ഇന്നും മറക്കാൻ സാധിക്കുന്നില്ല അതൊന്നും. അങ്ങനെയായിരുന്നു കേരള യാത്രയുടെ ഓരോ മുഹൂർത്തങ്ങളും. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം, ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമിയിൽ സ്നേഹതുഷാരമായി ഊഷരഭൂപരുതുമറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലും മാനവ സ്നേഹഫലം. ഊഷരഭൂപുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലും നടും ഇവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം, തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർന്നു. എന്നിട്ട് ആ ട്രെയിനിൽ വന്നവരെ സ്വീകരിച്ചുകൊണ്ട് ആ നഗരിയിലേക്ക് ഒരു വരവുണ്ട്. അങ്ങനെ ആ വേദിയിലേക്ക് വരുമ്പോൾ തന്നെ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് പിന്നെ പ്രവേശനമില്ല, അതിന്റെ കവാടം മറക്കപ്പെട്ടിരുന്നു. പിന്നെ പുറത്തു നിന്ന് ഒരുപാട് കേട്ടു. അതിലിടയ്ക്ക് സുഹൃത്തുക്കളായിരിക്കുന്ന സംസും നൗഷാദും അത് മതിൽ കയറി എന്നെ വലിച്ചു കയറ്റി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി. അങ്ങനെയാണ് പിന്നെ ബാക്കിയും കൂടി കേട്ടത്. എന്തൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. ഇന്നും അത് അടുത്തെന്നോ കഴിഞ്ഞ പോലെ ഓർത്തെടുക്കുകയാണ്. ഏറ്റവും നല്ല ഓർമ്മകളാണ് ഈ കേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാനുള്ളത്. അതുപോലെ 3ാമത്തെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ഭാഗവാക്കാവുക. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. വളരെ സന്തോഷം തോന്നിപ്പോവാണ്. അൽഹംദുലില്ലാഹ്. റബ്ബിനൊക്കെ എത്ര നമുക്ക് സ്തുതിച്ചാലും മതിയാവില്ല. നമ്മളെ പൂർവികരായിരിക്കുന്ന ആളുകൾ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി അവരെടുത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആർക്കു മുന്നിലും ആദർശം പണയം വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ആ സന്തോഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതേമറിച്ച് ആദർശം ഏതെങ്കിലൊക്കെ എങ്ങനെങ്കിലൊക്കെ എന്ന് കരുതി പോയ ആളുകളുണ്ട്.
അവരിന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് റബ്ബിനെ സ്തുതിക്കാം.